രാഹുൽ മാങ്കൂട്ടത്തിൽ പദവിയൊഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലി. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം.കെ. രാഘവനും നോമിനികളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ബിനു ചുള്ളിയിലിനെ നിയോഗിക്കണമെന്നാണ് കെ.സി. വേണുഗോപാലിന്റെ ആവശ്യം. ബിനു ചുള്ളിയിലിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിനും ആരംഭിച്ചു. മുൻപ് പല സമയങ്ങളിലും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ത്യജിച്ചവനാണ് ബിനു ചുള്ളിയിൽ എന്ന നിലയിലാണ് ക്യാമ്പയിൻ. ഇതിന് പിന്നിൽ കെ.സി. വേണുഗോപാൽ എന്നാണ് ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആഴ്ചകൾ പിന്നീട് മുൻപ് പുതിയ സ്ഥാനം നൽകേണ്ട കാര്യമില്ലെന്നാണ് എതിർക്കുന്നവരുടെ വാദം. അബിൻ വർക്കി അല്ലാതെ മറ്റൊരു പേരും പരിഗണിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് രമേശ് ചെന്നിത്തല. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയിരുന്നു. നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ മാറിയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഉപാധ്യക്ഷനെ പരിഗണിക്കുക എന്നത് സ്വാഭാവിക രീതി എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പക്ഷം. സാമുദായിക സമവാക്യമാണ് അബിൻ വർക്കിക്ക് തിരിച്ചടി. കെ.പി.സി.സി, യൂത്ത് കോൺഗ്രസ്, കെ.എസ്.യു പ്രസിഡന്റുമാരായി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാകും എന്നതാണ് വെല്ലുവിളി. മുൻ കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ കെ.എം. അഭിജിത്തിന് എ ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ട്. എം.കെ. രാഘവൻ എം.പി. അഭിജിത്തിനായി നേരിട്ട് തന്നെ രംഗത്തുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവസാന നിമിഷമാണ് അഭിജിത്തിനെ തഴഞ്ഞത്. വിവാദമായതിന് പിന്നാലെ കെ.എം. അഭിജിത്തിനെ ഉടൻ പരിഗണിക്കാമെന്ന ഉറപ്പ് സംസ്ഥാന നേതൃത്വം എം.കെ. രാഘവന് നൽകിയിരുന്നു. അപ്രതീക്ഷിതമായി വന്ന അവസരമെങ്കിലും ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കണമെന്നാണ് എം.കെ. രാഘവന്റെ നിലപാട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.